പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊപ്പം ആരിഫ് ഉണ്ട്. ആത്മവിശ്വാസം എത്രത്തോളം? 101% എത്തിയോ? എത്തി. കെ.സി. വേണുഗോപാൽ എത്തി. പ്രചരണം കെ.സി. വേണുഗോപാൽ തകൃതിയാക്കുന്നു. മറുഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ. പ്രതിഭ വലത്തോട്ട് നിന്നാണ്. പ്രതിഭ വലത്തല്ല, പ്രതിഭ ഇടത്ത് തന്നെയാണ് പൊളിറ്റിക്കലി, പക്ഷേ സൗകര്യത്തിന് വേണ്ടി എടുത്ത് വലത്തോട്ട് നിൽക്കുന്നു. എങ്ങനെയാണ് പ്രചരണത്തിന്റെ ലാസ്റ്റ് ലാപ്പ് വരുമ്പോൾ വോട്ടർമാരുടെ പ്രതികരണം? എങ്ങനെയാണ്? നല്ല പ്രതികരണമാണ്. കാണുന്നില്ലേ ഈ ഉച്ച സമയത്ത് പോലും ഇത്രയും ആൾക്കാർ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ചെറിയ ഗ്ലാമറിന് ഇടിവ് സംഭവിച്ച പോലെ വെയിലൊക്കെ കൊള്ളുകയല്ലേ, നമ്മള് ശേഷിക്കാതിരുന്ന് വിളിക്കുകയല്ലോ. എന്നിട്ടും വലിയ ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല. ഏതെങ്കിലും വിവാദത്തിലോ ജനങ്ങളുടെ ഒരു പിന്തുണ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പിന്തുണയാണ് ഗ്ലാമർ ഒരുപാട് കാര്യങ്ങൾ വിവാദത്തിലേക്ക് വന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് CM-ഉം രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറി. ഇന്നിപ്പോ കെ.സി. എന്നോട് പറഞ്ഞത് പിണറായി വിജയന് നരേന്ദ്രമോദിയെ ഭയമാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, മോദിയെ ഭയമാകുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ 174 രൂപ വധുര അങ്ങോട്ട് അടച്ചിട്ടാണല്ലോ നിൽക്കുന്നത്. ഏതാ മോഡിക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടാണ് ഗാന്ധി കുടുംബം നിൽക്കുന്നതെന്ന് വ്യക്തമായല്ലോ. അതാണ് പിന്നെ ആരാണ് ഇവിടെ ഫൈറ്റ് ചെയ്യാനുള്ളത്? പാർലമെന്റിൽ ആരെങ്കിലും ഉണ്ടോ മോഡിയോട് ഏറ്റുമുട്ടാൻ? ഇവരാരെങ്കിലും ഉണ്ടോ? എന്താ ചെയ്യുന്നവര്? മോഡിക്ക് മുമ്പിൽ കീഴടങ്ങി കൊടുക്കല്ലേ ഇവരെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഒന്നാല് കെ.സി. വേണുഗോപാൽ ഇവിടെ ജയിച്ചെന്നിരിക്കട്ടെ, 2.5 കൊല്ലത്തെ കാര്യ കിട്ടുന്നത് അവർക്ക് പകരം രാജസ്ഥാനിൽ നിന്ന് BJP അല്ലേ കിട്ടുന്നത്. ഇതറിയാവുന്ന പുള്ളി മത്സരിക്കാം. എന്താണ് നിർമ്മലാ സീതാരാമൻ മത്സരിക്കാത്തത്? കർണാടകത്തിൽ നിന്ന് പകരം ആളെ കിട്ടത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ടല്ലേ. ആ പൊളിറ്റിക്സ് പോലും മനസ്സിലാക്കാത്ത എന്ത്? അതായത് ഒരു സീറ്റ് അവിടെ കൊടുത്തിട്ട് ഇവിടെ മത്സരിക്കുന്നതിലെ രാഷ്ട്രീയ വ്യക്തിത്വം പോലും മനസ്സിലാക്കുന്നില്ല. പിന്നെന്ത് ചെയ്യാനാണ്? അത് യഥാർത്ഥത്തിൽ BJP സഹായിക്കുന്നുവെന്ന് നിങ്ങളുടെ ക്യാമ്പ് പറയുമ്പോഴും അവർ മറുപടി പറയുന്നത് അതിനുള്ള പരിഹാരം തെലങ്കാനയിൽ നിന്ന് അവർ കണ്ടെത്തിക്കൊള്ളാം എന്നുള്ളതാണ്. അല്ല, എന്നാലും BJP കൊണ്ട് കിട്ടുമല്ലോ. കിട്ടുന്ന മറ്റേ എവിടെ എങ്ങനെ പരിഹാരം വരും? ഇവിടുന്ന് നമ്മൾ കിട്ടാതിരിക്കല്ലേ നോക്കണ്ടേ? മാക്സിമം കുറയ്ക്കും. തെലങ്കാനയിൽ കൂടെ വരുമ്പോൾ അത്രയും കൂടെ നല്ലതല്ലേ? കുറച്ചിട്ടാണോ കൂട്ടുന്നത്? എനിക്ക് കണക്കറിയാൻ വളരെ ദേശീയ നേതാക്കൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഈ ഘട്ടം പ്രചരണം വരുമ്പോൾ വോട്ടർമാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? എന്തുകൊണ്ട് ആരിഫ് എന്നാണ് വോട്ടർമാർ പറയുന്നത്? ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന് വേണ്ടി ശബ്ദം ഉയർത്തിയത് AM ആരിഫ് ആണല്ലോ. എൻഐയുടെ കാര്യത്തിൽ സംശയമില്ല. എൻഐയുടെ കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, കേരളത്തിന്റെ ഡിമാൻഡ്. 2, ഈ ഒറ്റയ്ക്കാണെങ്കിലും NIA പോലുള്ള വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നു. 2, 3, ഈ നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തുടരണം. അല്ലാതെ ഫ്ലൈറ്റിൽ നിന്ന് ഇടയ്ക്ക് വന്ന് ലാൻഡ് ചെയ്തേച്ചും പ്രവർത്തനം കണ്ടിട്ട് ഡാറ്റ പോലെ ഇവിടെ നിന്ന് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യണം. MLA-മാരും മന്ത്രിമാരും സ്റ്റേറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതെല്ലാം ചെയ്യാൻ ഇവിടെ നിന്ന്. വസീഫ് മലപ്പുറത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് പഞ്ചായത്ത് മെമ്പറെ പോലെ ഒരു ലോക്സഭാ മെമ്പർ ആയിരിക്കും. അതാണ് ഞാനിപ്പോ ചെയ്തത്. അതായത് മണ്ഡലത്തിൽ ഇല്ലാത്തൊരു MP ആയിരിക്കില്ല, മണ്ഡലത്തിലൊപ്പം ഉണ്ടാവും, ജനങ്ങൾക്കൊപ്പം ചേർത്ത് പിടിച്ചു. അപ്പൊ ഈ കരിമണൽ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാവുന്നു. കരുവന്നൂർ ലീഡ് ഇനി 4 ദിവസം നിർണായകമാണ്. എന്ത് പൊളിറ്റിക്കൽ സസ്പെൻസ് സംഭവിക്കാം? വീണാ വിജയനെ ചോദ്യമുനയിലേക്ക് കൊണ്ടുപോകുന്നുവെന്നാണ് ഏറ്റവും റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവോ? അല്ല, അതൊന്നും തിരിച്ചടിയാകത്തില്ല. കാര്യം ED = ഇലക്ഷൻ ഡ്യൂട്ടി. ED എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിന്റെ സ്പെല്ലിംഗ് ഇത് എക്സ്പാൻഷൻ മാറ്റി ഇലക്ഷൻ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, താങ്ക് യു ആരിഫ്, താങ്ക് യു പ്രതിഭ, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, ആരിഫിന്റെ പ്രചരണ വേദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കുമ്പോൾ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. AM ആരിഫിന്റെ പ്രചരണ വേദിയിൽ നിന്നാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയത്.